വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം. തിരുവേഗപ്പുറ സമാന്തര പാല നിർമ്മാണം, പുത്തൂർ ചെനക്കൽ ബൈപ്പാസ് പൂർത്തീകരണം അടക്കം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ശുപാർശ ചെയ്ത കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ പ്രധാന വികസന പദ്ധതികൾക്കൊന്നും ബജറ്റിൽ ഫണ്ട് വകയിരുത്തിയില്ല. മണ്ഡലത്തിലെ 40 വികസന പദ്ധതികൾക്ക് ശുപാർശ നൽകിയതിൽ പരിഗണിച്ചത് 3 പ്രവൃത്തികൾ മാത്രം. 190 കോടി രൂപയുടെ പദ്ധതികളിൽ 3 പ്രവൃത്തികൾക്ക് മാത്രം 20% തുക വീതം 6 കോടിയാണ് വകയിരുത്തിയത്. ബാക്കിയുള്ള പദ്ധതികൾക്കെല്ലാം 100 രൂപ ടോക്കൺ തുക മാത്രമാണ് വകയിരുത്തിയിട്ടുള്ളത്. മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും കോട്ടക്കൽ മണ്ഡലത്തോട് അവഗണന മാത്രമാണ് ലഭിച്ചതെന്നും തുടർ ദിവസങ്ങളിൽ നടക്കുന്ന ബജറ്റ് ചർച്ചയിൽ മണ്ഡലത്തിലെ പ്രധാന വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് തുക വകയിരുത്തുന്നതിന് ശക്തമായ ആവശ്യം ഉന്നയിക്കുമെന്നും MLA പറഞ്ഞു. സംസ്ഥാന ബജറ്റ് ഇന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതിലെ വിശകലനങ്ങളൊക്കെ ഒരുപാടേറെ പറയുന്നതിനപ്പുറത്ത് ഓരോ നിയോജക മണ്ഡലത്തിലെയും കണക്കുകൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ അംഗങ്ങളുടെ മണ്ഡലങ്ങളിൽ പരിതാപകരമായ ഒരവസ്ഥാവിശേഷമാണുള്ളത്. കോട്ടക്കൽ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏകദേശം 35ഓളം പ്രധാനപ്പെട്ട പദ്ധതികൾ, വർക്കുകൾ നമ്മൾ കൊടുക്കുകയുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയതാകെ 6 കോടി രൂപയാണ്. ബാക്കിയൊക്കെ ടോക്കൺ വെച്ചിട്ടുണ്ട് എന്ന് പറയുക മാത്രമാണ് ചെയ്തത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയായി തുടർന്നു വരുന്നൊരു രീതിയാണ്. ഈ വർഷം വളരെ അത്യാവശ്യമായി കിട്ടേണ്ട ഒട്ടനവധി റോഡുകളുണ്ടായിരുന്നു. അതിലൊക്കെ ഒപ്പം പാലക്കാട് മലപ്പുറം ജില്ലയെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലം അത് അപകടാവസ്ഥയിലാണ്. ഒരു പുതിയ പാലം വേണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റും അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പാലം നിർമ്മാണത്തിന് പോലും ടോക്കൺ വെച്ചു എന്നതല്ലാതെ ആവശ്യമായ പണം ഗവൺമെന്റ് നൽകിയിട്ടില്ല. മലപ്പുറം ജില്ലയോടും മലബാറിനോടുമൊക്കെ കാണിക്കുന്ന ഈ അവഗണന വല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കുന്നത്. നാടിന്റെ വികസനം തടയുക, നടപ്പിലാക്കാതിരിക്കുക എന്നത് ഒരു ഗവൺമെന്റിന് ഭൂഷണമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെയൊക്കെ പ്രതിഷേധം ഇതിലൂടെ അറിയിക്കുകയാണ്.